നമസ്കാരം, എല്ലാവരെയും ഫിൻഫ്രീ മേനയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യാണ്. സജിനാണ്. ഇന്ന് നമ്മൾ കുറച്ചും കൂടി വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. കാരണം കുറച്ച് പേര് നമ്മളോട് കഴിഞ്ഞ വീഡിയോ ചെയ്തപ്പോൾ ഇതുമായി റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇന്ന് പറയാൻ പോകുന്നത്. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പാവപ്പെട്ടവരായ വലിയ ശമ്പളക്കാരായ ജോലിക്കാർ എന്ന് വിളിക്കേണ്ടി വരും. അവരുടെ കഥയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിലും പറയാം, പണക്കാരായ ചെറിയ ശമ്പളം വാങ്ങുന്ന ജോലിക്കാർ, അങ്ങനെ പറയേണ്ടി വരും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടും ഒരു പ്രത്യേകതരം സൈക്കോളജിനെ റിലേറ്റ് ചെയ്തിട്ട് കിടക്കുന്ന ഒരു ഫാക്ടറാണ് കേട്ടോ. അപ്പോ ഇത് നമ്മൾ ഈ വിഷയം സംസാരിക്കുന്നത് കുറെ അധികം പോയിന്റ്സുകൾ പറഞ്ഞുകൊണ്ടല്ല, എന്നാൽ ഈ ഒരു സ്റ്റോറി പറയുന്നതിലൂടെ നിങ്ങൾക്ക് ഒരുപാടധികം പോയിന്റ്സുകൾ നിങ്ങളുടെ മൈൻഡിൽ സ്ട്രൈക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. കാരണം ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് നിങ്ങളുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ഫാമിലിയിലുള്ള കസിൻസ് ആരെങ്കിലും ഒക്കെ ഈ ഒരു റൂട്ടിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. അപ്പൊ ജീവിതത്തിൽ നിങ്ങൾ പലപ്പോഴും ഇതുപോലുള്ള ആളുകളെ കണ്ടിട്ടുണ്ടാവും. എന്താ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വലിയ ശമ്പളം വാങ്ങുന്ന പാവപ്പെട്ട പണിക്കാരെന്ന് പറയാൻ കാരണം വളരെ സഹതാപത്തോടു കൂടി തന്നെ നമുക്ക് അവരെ കാണേണ്ടി വരും. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവര് നിങ്ങൾക്കിടയിലുള്ള സുഹൃത്തുക്കൾ, അതുപോലെ എനിക്കിടയിലും ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തും നമ്മൾ പരിചയപ്പെടുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കുള്ള അവരുടെ സുഹൃത്തുക്കളിലൊക്കെ ഇത്തരം കാറ്റഗറിയിലുള്ള ആളുകളുണ്ട്. വലിയ ശമ്പളം വാങ്ങുന്ന ബഹുഭൂരിഭാഗം എംപ്ലോയീസിന്റെയും ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ്. ചിലരൊക്കെ വ്യത്യസ്തമാണെങ്കിൽ കൂടി ഒരു വലിയ വിഭാഗം ആളുകൾ വലിയ ജോലി, വലിയ ശമ്പളമൊക്കെ കിട്ടുന്ന സമയത്ത് അവരുടെ സൈക്കോളജി ഇങ്ങനെ ആയി മാറിപ്പോകുന്നുണ്ട് എന്നുള്ളത്. എന്നാൽ ഇതൊരു വളരെ ഡേഞ്ചർ ആയിട്ടുള്ളൊരു അവസ്ഥയാണ് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ്. നാളെ നിങ്ങളിൽ പലരും നല്ല ജോലിയിൽ വലിയ നിലകളിലേക്ക് എത്തേണ്ടവരുണ്ടാവാം. നിങ്ങൾ നല്ല എഡ്യൂക്കേഷൻ ചെയ്ത് ഫസ്റ്റ് സ്റ്റാർട്ടിങ് തന്നെ നല്ല സാലറി കിട്ടുന്ന ജോലി ഉള്ളവരുണ്ടാവാം. അപ്പോൾ നിങ്ങൾ ഈ അബദ്ധത്തിൽ നിങ്ങൾ ഒരിക്കലും ചെന്ന് ചാടാൻ പാടില്ല. അതിനു വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. അതായത് ഞാനിപ്പോ ജോലി ചെയ്യുന്നത് ഖത്തറിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഹൈ പെയ്ഡ് ആയിട്ടുള്ള എംപ്ലോയീസിന് ഒരുപാട് കാണാൻ പറ്റും. കാരണം മെഡിക്കൽ ഫീൽഡിലൊക്കെ അത്യാവശ്യം നല്ല സാലറി, നാട്ടിലെ 3 ലക്ഷം 4 ലക്ഷം രൂപയൊക്കെ മിനിമം സാലറി വാങ്ങുന്നവരാണ് ഇവരൊക്കെ. അപ്പോ നിങ്ങൾക്ക് ആലോചിച്ചാൽ മനസ്സിലാവും അത് എത്രത്തോളം, നാട്ടിലെ സാലറി പാക്കേജിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നവർക്ക് മനസ്സിലാവും എത്രത്തോളം വലിയ സാലറിയാണ്. അപ്പൊ ഇവരെന്താ ചെയ്യുന്നതെന്നറിയോ? ഇവർക്ക് ഈ സാലറി കിട്ടി തുടങ്ങുമ്പോൾ തന്നെ ഇവരുടെ ആകെ ജീവിതശൈലി മൊത്തം അവർ പെട്ടെന്ന് ചേഞ്ച് ചെയ്യാണ്. അപ്പൊ തന്നെ ഇവരെന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവരെ ചിന്താഗതി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ സാലറി എനിക്ക് എന്നും ഈ സാലറി കിട്ടിക്കൊണ്ടിരിക്കും എന്നുള്ള ഒരു ചിന്താഗതിയിൽ അവർ ആദ്യം തന്നെ അവര് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ലക്ഷറി ആയിട്ടുള്ള ഷോപ്പിങ്ങുകൾ നടത്തുക, അവർ യൂസ് ചെയ്യുന്ന ഗാഡ്ജറ്റ്സുകൾ, അവർ യൂസ് ചെയ്യുന്ന വാഹനങ്ങൾ, ഫോണ് എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും മാക്സിമം മാർക്കറ്റ് കിട്ടാവുന്ന ഏറ്റവും ലക്ഷറി പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യാൻ തുടങ്ങും എന്നുള്ളതാണ്. ഇത് മറ്റൊന്നുമല്ല, മറ്റുള്ളവരെ ഇംപ്രസ് ചെയ്യിക്കുക, മറ്റുള്ളവരെ കാണുമ്പോൾ അവര് റിച്ച് ആണെന്ന്, ഇവര് റിച്ച് ആണെന്ന് ഫീൽ ചെയ്യിപ്പിക്കുക. അങ്ങനെ പല ആഗ്രഹങ്ങളും പിന്നെ ചിലർക്ക് ഉണ്ടാവാം. നല്ല ഫോൺ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം, നല്ല വണ്ടി യൂസ് ചെയ്യണം, വളരെ ആഗ്രഹങ്ങളും പാഷനുള്ള ആളുകൾ ഉണ്ടാവാം. എന്നാലും അവർ നിൽക്കുന്ന ആ ഒരു പ്ലാറ്റ്ഫോം, അവരെന്താണ്, അവരുടെ ഫിനാൻഷ്യലി അവർ എത്ര സൗണ്ടാണ്, അവരുടെ അവസ്ഥ എന്താണ്, എവിടുന്ന് വന്നവരാണ്, അവരെന്തിനാണ് പ്രവാസത്തിലേക്ക് വന്നത്, നാടും വീടും കുടുംബവും ഒക്കെ വിട്ടിട്ട് 10 കാശ് സമ്പാദിക്കാൻ വേണ്ടി വന്നവര് പോലും ഇവിടെ വന്നിട്ട് ഇവിടുത്തെ സാലറി കിട്ടുമ്പോഴത്തേക്കും അത്യാവശ്യം തെറ്റില്ലാത്ത സാലറി, ഇത് ഹൈ സാലറി അല്ലെങ്കിലും ഒരു തെറ്റില്ലാത്ത സാലറി എന്ന് പറയുന്ന ഒരു ലെവലിലുള്ള ആളുകളുടെ പോലും അവസ്ഥ ഇതാണ്. അപ്പോ ഇവര് ചെയ്യുമ്പോൾ ഇവര് ചിന്തിക്കുന്നില്ല നാളെ നമുക്ക് ഈ ജോബ് ഉണ്ടാകുമോ, അതല്ലെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഈ ജോലിയിൽ എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നുള്ളതിനെ കുറിച്ചൊന്നും യാതൊരു ചിന്തയും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ആദ്യമായി തന്നെ പറയാൻ, ഇവര് എന്താ ചെയ്യുന്നത്, ഇവരുടെ പൈസ കിട്ടുമ്പോൾ തന്നെ അവര് വില കൂടിയ ഫോണ്, അല്ലെങ്കിൽ വണ്ടി, പിന്നെ അതുപോലുള്ള അവരുടെ മൊത്തം പർച്ചേസ്, അവരുടെ രീതികളേ വ്യത്യസ്തമായിരിക്കും. നിങ്ങൾക്ക് മനസ്സിലാവും, അവര് പോകുമ്പോൾ അവര് കയറുന്ന റെസ്റ്റോറന്റ്, അവര് കുടിക്കുന്ന ചായ, കാപ്പി, കഴിക്കുന്ന ഭക്ഷണം, പിന്നെ എന്ന് വേണ്ട എല്ലാം ഇതൊന്നും മാറ്റണ്ട, ജീവിത നിലവാരം മെച്ചപ്പെടുത്തണ്ട എന്നൊന്നും ഞാൻ ഇതിൽ മീൻ ചെയ്യുന്നില്ല. ഇവർക്ക് ആക്ച്വലി ഇവര് കണ്ടുവരുന്ന സിനിമയിലും മറ്റ് സെലിബ്രിറ്റീസും അല്ലാത്ത പല രീതിയിൽ അവര് കണ്ടുവരുന്ന ആ ഒരു ജീവിത രീതി ഇവർ പെട്ടെന്ന് അങ്ങ് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി കളയും. കാരണം ഒരുപക്ഷെ ഇവര് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സാലറി കിട്ടിയിട്ട് അത് സ്പെൻഡ് ചെയ്തിട്ട് ക്രെഡിറ്റ് കാർഡ് വരെ ഉപയോഗിച്ചിട്ട് പിന്നെ മാക്സിമം അവരെന്ത് ചെയ്യുക, സ്പെൻഡിങ്ങിലേക്ക് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് വളരെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഒരുപാട് സുഹൃത്തുക്കളിൽ കണ്ടുവരുന്ന ഒരു സംഭവമാണിത്. ഇനി ഇവരുടെയൊക്കെ സെക്കൻഡ് സ്റ്റേജ് എന്താണെന്നറിയോ, ഇവര് ഈ പറഞ്ഞതുപോലെ പരമാവധി സ്പെൻഡ് ചെയ്യും എന്നുള്ളത് ഒരു സൈഡിൽ നിലനിൽക്കെ,
മറ്റൊരു സൈഡിൽ ഇവർ യാതൊന്നും സേവ് ചെയ്യാനുള്ള മാനസികാവസ്ഥ ഇവർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവർക്ക് ഈ ജോലി എന്നും ഉണ്ടാവും, ഇവരുടെ ഈ ജീവിതശൈലി ഇവർക്ക് എന്നും നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ളൊരു വല്ലാത്തൊരു അപകടകരമായ കോൺഫിഡൻസ് ആണ് ഇവര് ഇതിന് അനുവദിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യില്ല, ഇവര് ബഹുഭൂരിഭാഗം ആളുകളും നല്ല രീതിയിൽ സേവ് ചെയ്യില്ല. പൈസ എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആയിട്ട് ഇവർക്ക് ഇൻകം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം പോലെ ഇവർ കണ്ട് അതിനെ പരമാവധി ചെലവിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ പൈസ എല്ലാം അവരെന്ത് ചെയ്യുക, സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കും. സേവിങ്സിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെന്ത് ചെയ്യില്ല എന്നറിയോ, അത്രയധികം സേവിങ്സിന് ഫോക്കസ് ചെയ്യില്ല, അവർ കാര്യങ്ങൾ ചെയ്യില്ല. നാട്ടിൽ ഈ പറയുന്ന ഈ കൂട്ടരെല്ലാം നാട്ടിൽ എന്തുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേകിച്ച് ഒന്നും അവർ നാട്ടിൽ ബിൽഡ് ചെയ്തിട്ടുണ്ടാവില്ല. ഈ സാലറിഡ് ആയ ആൾ ബിസിനസ്സുകാരുടെ കാര്യം നമ്മൾ ഇതിൽ പെടുത്തുന്നില്ല കേട്ടോ. അപ്പോ ഇവര് നാട്ടിൽ അവർക്ക് വേണ്ടി ഒരു തിരിച്ചുപോക്ക് നാട്ടിലേക്ക് എന്നെങ്കിലും എനിക്കുണ്ട് എന്നൊരു ചിന്താഗതി ഇവരെ സംബന്ധിച്ചിട്ടില്ല പലരുടെയും. അപ്പോ പലപ്പോഴും ഇവര് കയ്യിലുള്ള പൈസ തീർന്നിട്ട് സാധാരണ ചെറിയ ശമ്പളം വാങ്ങുന്ന എംപ്ലോയീസിനോട് വരെ ഒരു 5000 എടുക്കാനുണ്ടോ, ഒരു 3000 എടുക്കാനുണ്ടോ എന്ന് ചോദിക്കുന്ന അവസ്ഥയാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നത്. പിന്നാന്ന് പറയുന്നത് ഇവര് ഹെൽത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്ത ആളുകളായിരിക്കും മിക്കവാറും. ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു നിന്നുള്ള ആഹാരം കഴിക്കുക, മാക്സിമം എൻജോയ് ചെയ്യുക, ലൈഫ് ട്രിപ്പ് പോവുക, അങ്ങനെ എന്ന് വേണ്ട എല്ലാ രീതിയിലും എക്സ്പ്ലോർ ചെയ്തുകൊണ്ട് അവർ അടിച്ചു പൊളിക്കുന്ന ഒരു കൂട്ടറായിരിക്കും. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, രാകേഷ് ചുഞ്ചുംവാല വരെ പറഞ്ഞിട്ടുണ്ട്, പുള്ളി അത്രയധികം ജീവിതത്തിൽ സമ്പാദിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹം എന്താ പറഞ്ഞത്, ഞാൻ ഒരുപാട് സമ്പാദിച്ചു, ഒരുപാട് പണം ഉണ്ടാക്കി, എല്ലാം ചെയ്തു, പക്ഷെ എൻ്റെ ഹെൽത്തിലേക്ക് ഞാൻ ഒന്നും തന്നെ ഇൻവെസ്റ്റ് ചെയ്തില്ല, അത് നിങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അതേപോലെ മറ്റൊരാളുണ്ട്, നിങ്ങൾക്കൊക്കെ അറിയാവുന്നതായിരിക്കും, ഷാരി ഷംസുദ്ദി എന്ന് പറയുന്ന ഒരു അഡ്വൈസർ ഉണ്ട്, യൂട്യൂബറാണ് പുള്ളി, ഒരു നല്ലൊരു ബിസിനസ്സുകാരനാണ് പുള്ളി. അപ്പോ ഈ ആളെന്താ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ ഏകദേശം 10-70ഓളം എംപ്ലോയീസ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോ അത്രയധികം ഇൻകം പുള്ളിയുടെ ഇൻകം അൺലിമിറ്റഡ് ആയിട്ടുള്ള വരുമാനമുള്ള ഒരു വ്യക്തിയാണ്. ആണെങ്കിൽ കൂടി തന്റെ സ്ഥാപനത്തിലെ പല ജോലിക്കാരും തന്നേക്കാൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന ആളുകളാണ്. എനിക്ക് അത്ര പോലും എന്റെ ജീവിത ചെലവിന് വേണ്ടി എനിക്ക് അത്രത്തോളം ചെലവുകൾ ഇല്ല എന്ന് ആള് പോലും പറയുന്ന ഒരു സാഹചര്യമാണ്. അതായത് ഇതെല്ലാം കണക്ട് ചെയ്യുന്നത് മറ്റൊന്നല്ല, അത്യാവശ്യം സാലറി കിട്ടുമ്പോഴത്തേക്കും ജീവിതശൈലി മൊത്തമായി മാറ്റുന്നവരെ കാത്തിരിക്കുന്നത് വലിയൊരു അപകടം തന്നെയാണെന്നുള്ളതാണ്. ഇനി മറ്റൊരാളുടെ കാര്യം പറയാം. നമ്മളൊരു ടെലഗ്രാം ഗ്രൂപ്പിൽ ഈ ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളുള്ള ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോ ഇതിൽ നമ്മൾ എപ്പോഴും നല്ല നല്ല ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടും മറ്റൊക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒരു പുള്ളിക്കാരൻ, അതായത് ഒരു UK സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല ജോലിയിൽ നിൽക്കുന്ന ആളാണ്. ആള് ഫാമിലി മൊത്തം അവിടെ തന്നെ സെറ്റിൽഡ് ആണ്, 2 മക്കളും വൈഫും ഒക്കെ ആയിട്ട് അവിടെ നല്ല രീതിയിൽ ജീവിച്ചു പോയിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ അത്യാവശ്യം ഡിസ്കഷനിലൊക്കെ പുള്ളി പലപ്പോഴും വരുമായിരുന്നു. എന്നിരുന്നാൽ കൂടി ഒരു ദിവസം ഗ്രൂപ്പിൽ, നമുക്ക് നേരിട്ട് അറിയുന്ന ആളല്ല, ഗ്രൂപ്പിലുള്ള ഒരു മെമ്പറാണ്, എന്നാൽ വിദേശത്ത് ജോലി ചെയ്യുന്ന നമ്മുടെ കാഴ്ചപ്പാടിൽ അത്യാവശ്യം നല്ല രീതിയിൽ സെറ്റിൽഡ് ആയ ഒരു വ്യക്തി, ഒരു ദിവസം അദ്ദേഹത്തിന്റെ സ്റ്റാറ്റസ് ഗ്രൂപ്പിൽ മറ്റൊരാൾ ഷെയർ ചെയ്താണ്, അദ്ദേഹം മരണപ്പെട്ടു എന്നുള്ളതാണ്. കുറച്ച് ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അത് കഴിഞ്ഞ് പുള്ളി പെട്ടെന്ന് മരണപ്പെടുകയാണ്. എന്നാൽ താഴെ കൊടുത്തിരിക്കുന്നത് എന്താ അറിയോ, ഇദ്ദേഹത്തിന്റെ ഫാമിലിയുടെ മറ്റു കാര്യങ്ങൾക്കും ഹോസ്പിറ്റലിലെ ബില്ലടക്കാനും വേണ്ടിയിട്ട് വലിയ തുക ആവശ്യമായിട്ടുണ്ട്. അപ്പോൾ നമ്മളെടുത്തൊക്കെ സഹായം ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും കോൺട്രിബ്യൂട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിക്വസ്റ്റും കൂടി വെച്ചുകൊണ്ടുള്ള ഒരു പോസ്റ്റ് ആയിരുന്നു അന്ന് നമ്മൾ ടെലഗ്രാമിൽ കണ്ടത്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ ആ ഒരു ന്യൂസ് കാണുമ്പോഴത്തേക്കും നമ്മൾ ചിന്തിക്കുന്ന, അദ്ദേഹത്തിന്റെ വേർപാടിനോടൊപ്പം തന്നെ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയം എന്താണെന്നറിയോ, ഇത്രയും നല്ല ഒരു സാലറിഡ് ആയിട്ടുള്ള, ഇത്രയും നല്ല ജീവിത നിലവാരത്തിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി പെട്ടെന്ന് മരിക്കുമ്പോഴത്തേക്കും അദ്ദേഹത്തിന്റെ ഹോസ്പിറ്റൽ ബില്ല് അടക്കാൻ പോലുമുള്ള പൈസ കുടുംബത്തിന് കണ്ടെത്താൻ പറ്റാത്ത ഒരു വല്ലാത്തൊരവസ്ഥ. അവരുടെ ഫാമിലി മൊത്തം അവിടുന്ന് നാട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ജീവിതം മൊത്തം തകിടം മറിയുന്നു. എന്തുകൊണ്ടാണ് ഈ അവസ്ഥ വരുന്നത്? നമുക്ക് വലിയൊരു ജോലി ഉണ്ടായത് കൊണ്ടൊന്നും നമ്മൾ എന്താവുന്നില്ല, വെൽത്തി ആവുന്നില്ല. ഈ റിച്ച് അഥവാ വെൽത്ത് എന്ന് പറയുന്നത് ഒരാൾ റിച്ച് ആയിരിക്കുന്നതും വെൽത്തി ആയിരിക്കുന്നതും എൻറ്റയർലി ഡിഫറെന്റ് ആണ് എന്നുള്ളതാണ്. നമുക്ക് ഒരു ഹൈ പെയ്ഡ് ആയിട്ടുള്ള ഒരു എംപ്ലോയി അവരുടെ ജീവിത ശൈലി കാണുമ്പോൾ നമുക്ക് അവർ റിച്ച് ആണെന്ന് തോന്നും. ചിലപ്പോൾ അവർ റിച്ച് ആണെന്ന് നമുക്ക് പറയാം, കാരണം അവർ നല്ല ഇൻകം ഉള്ള ആളായതുകൊണ്ട് അവർക്ക് ഒരു പരിധി വരെ റിച്ച് ആണെന്ന് പറയാം. പക്ഷെ അവരൊരിക്കലും വെൽത്തി അല്ല. നിങ്ങൾ ഓരോരുത്തരും റിച്ച് ആവാനോ റിച്ച് ആവുന്നത് പോലെ മറ്റുള്ളവരെ കാണിക്കാനോ ഒരിക്കലും ജീവിക്കാൻ പാടില്ല. നിങ്ങൾ എന്താണ്, നിങ്ങൾ വെൽത്തി ആയാൽ മതി. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ റിച്ച് ആവുന്നത് പോലെ അഭിനയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങൾ ആരാവണം? നിങ്ങൾ വെൽത്തി ആവണം. വെൽത്തി ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായ ബാക്കപ്പ് വേണം.
നിങ്ങൾക്ക് അസറ്റ്സുകൾ നിങ്ങൾ വാങ്ങിക്കൂട്ടണം. നിങ്ങളുടെ നല്ല പ്രായത്തിൽ നല്ല ഇൻകം നിങ്ങൾ ജനറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ വലിയൊരു ശതമാനം, ഞാൻ ഒരിക്കലും ഈ 20-30-50 റൂൾസിലൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. പലരും അതിനെതിരെ പല അഭിപ്രായങ്ങളുണ്ടാവും, പല രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാവും. പക്ഷെ ഞാൻ പറയും, നിങ്ങൾ അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയുടെ മിനിമം ഒരു 50% എങ്കിലും നിങ്ങൾ കണ്ണും പൂട്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾ നല്ലൊരു അസറ്റ് ക്ലാസ്സിൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കൂ. നിങ്ങൾ ഒരു 4-5 വർഷം കൺസിസ്റ്റന്റ് ആയിട്ട് അതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ ലക്ഷറി ആയിട്ട് ജീവിക്കുന്നത് പോലെ അഭിനയിക്കാതെ നിങ്ങൾക്ക് കിട്ടുന്ന ഹൈ ഇൻകം നിങ്ങൾ ഇതുപോലെ യൂട്ടിലൈസ് ചെയ്ത് നോക്കൂ. ഒരു പ്രാവശ്യം ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് അറിയാം അതിന്റെ റിസൾട്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതം മൊത്തം മാറ്റിമറിക്കും. നിങ്ങൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കോൺഫിഡൻസ് ലെവല് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവാൻ തുടങ്ങുന്നു എത്രത്തോളം വലുതാണത് എന്നുള്ളത്. നിങ്ങൾ അടിമുടി മാറും. നിങ്ങൾക്ക് ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഞാൻ പറഞ്ഞ ഇതേ ജീവിത നിലവാരത്തിലേക്ക് നിങ്ങൾക്ക് പിന്നെ നിങ്ങളുടെ വെൽത്തിനെ, നിങ്ങളുടെ മണി നിങ്ങൾക്ക് ചിന്തിക്കുക കൂടി ചെയ്യാതെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു നിലയിലേക്ക് നിങ്ങൾ താനെ എത്തിപ്പെടും. പക്ഷേ നിങ്ങൾ ഒരു ലെവലിലേക്ക് എത്തിപ്പെടുന്നതിന് മുമ്പ് തന്നെ സ്പെൻഡ് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ വലിയ കുരുക്കിലേക്ക് ചെന്ന് പോകുന്നുണ്ടാവും. ഒരുപാട് പേര്, ഞാനിപ്പോ പറഞ്ഞ 1-2 പേരുടെ കഥ മാത്രമാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരിൽ തന്നെ ഉണ്ടാവും ഒരുപാട് പേര്. അതുപോലെ ഒരുപാട് ആൾക്കാർ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിൽ ഉണ്ടാവും. അതുപോലെ തന്നെയാണ് കേട്ടോ, ഇൻകം കുറഞ്ഞ ആളുകളിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ജീവിക്കുന്ന, നന്നായി വെൽത്ത് ക്രിയേറ്റ് ചെയ്ത ആളുകളുണ്ട്. അതായത് അവരുടെ ഇൻകം കമ്പാരിറ്റീവ്ലി കുറവാണെങ്കിലും അവർ ആ ഫിനാൻസ് മാനേജ് ചെയ്യുന്ന രീതി അവരെ ജീവിതത്തിൽ വലിയ നിലയിലേക്ക് കൊണ്ടുപോകും. അവർ കൃത്യമായ ഇൻവെസ്റ്റ്മെന്റിൽ ഫോക്കസ് ചെയ്ത് കിട്ടുന്ന പണത്തിനനുസരിച്ചുള്ള ജീവിത നിലവാരത്തിലേക്ക് കൊണ്ടുവന്ന് ഇൻകത്തിന് അതിനേക്കാൾ അപ്പുറം എക്സ്പെൻസ് കൊണ്ടുവരാതെ ആ രീതിയിൽ ജീവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പോ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഹൈ ഇൻകം ഉള്ള ആളുകൾ ചെയ്യുന്ന കുറെ മണ്ടത്തരങ്ങളെ കുറിച്ചാണ്. അപ്പോ ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരം ഉണ്ടാവുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നിങ്ങൾക്ക് ഉപകാരമുള്ള വീഡിയോ ആണ് ഞാൻ ഈ ചാനലിലൂടെ ചെയ്യുന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒരു ലൈക്കെങ്കിലും തരണം. അതേപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീഡിയോസ് ഇനിയും ഒരുപാടുണ്ട്. എന്നെ ചെയ്യാൻ അനുവദിക്കണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളിലേക്ക് ആ വീഡിയോ എത്താനും നിങ്ങൾ അനുവദിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു.